വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 കേസ് നിലവിലുണ്ട്. കേരളത്തിൽ 2, കർണാടകയിൽ 1 കേസും. PC ജോർജ് മുൻ MLA മകൻ ഷോൺ ജോർജ് കൊടുത്ത കേരള ഹൈക്കോടതിയിലെ ഒരു കേസ് നിലനിൽക്കുകയാണ്. അതിനകത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് ഒരു ഉപഹർജിയും കൂടെ കൊടുത്തു. അതോടൊപ്പം തന്നെ ആ ഉപഹർജി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു. ഇപ്പോഴേ അവരുടെ അന്വേഷണം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിന് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ CS വൈദ്യനാഥന്റെ അപ്പിയറൻസും ഉണ്ട്. 25 ലക്ഷം രൂപയാണ് ഒരു അപ്പിയറൻസിന്. 2 അപ്പിയറൻസായി 50 ലക്ഷവും. അവരെ പാരഫർണേലിയയ്ക്ക് 30 ലക്ഷം കൂടെ ആവും. എങ്ങനെയായാലും 1 കോടി രൂപയുടെ അടുത്ത് ആ കോർട്ട് ഫീസ് തന്നെയാവും. ഈ KSIDCയുടെ ഇൻവെസ്റ്റ്മെന്റ് 1,05,00,000 മാത്രമേ ഉള്ളൂ. ഏകദേശം അത്രയും തന്നെ ഫീസ് കൊടുക്കാനായിട്ട് KSIDC തയ്യാറാകുന്നതിന്റെ കാരണം ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്. അതുകൊണ്ടാണ് അത് ഡിഫെൻഡ് ചെയ്യാൻ ഏറ്റവും വലിയ സീനിയർ അഡ്വക്കേറ്റുമായിട്ട് വരുന്നത്. ഇപ്പം വെളിയിൽ വരുന്ന ചില വിവരങ്ങളുണ്ട്. കാരണം ഈ കരിമണല് അത് യഥാർത്ഥത്തില് കേരള ഗവൺമെന്റിന്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും പ്രോപ്പർട്ടിയാണ്, പ്രകൃതി സമ്പത്താണ്. അത് വിറ്റ് കാശെടുക്കുമെങ്കിൽ ആ പണം അതിന് ലാഭവും കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ലഭിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. കുണ്ട്ര അലിൻഡും അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും ആ കരിമണല് മൊത്തമായി CMRL വിറ്റു എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഈ ബില്ലുകൾ വരെ ഇപ്പം പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. ആ വിറ്റിട്ട് അവിടുന്ന് റൂട്ടയിൽ മടക്കി വാങ്ങി കുണ്ട്ര ഐലൻഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇനി സർക്കാരിന് അല്പം വിഷമവൃത്തത്തിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. KSIDC എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഷെയ്ഡി ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിന് അഴിമതി അവിടെ ഒന്നും നടന്നില്ല എന്നും ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല എന്നും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന നേരത്തെ വരികയും ചെയ്തിരുന്നു. ഏതായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ കേസ് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ എടുക്കുകയാണ്. ROCയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണത്തിനകത്ത് ഇതിനകത്ത് തട്ടിപ്പ് നടന്നു എന്ന്, അതിന്റെ കൂടുതൽ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഇന്ത്യയിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ പരിസ്ഥിതി അനുസരിച്ച് എക്സാലോജിക്കിന്റെ അവരുടെ മൊത്തം വരുമാനം, അതിന്റെ ചെലവുകൾ, അതൊക്കെ സെക്ഷൻ 210 കമ്പനീസ് ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയത്ത് അതിനകത്ത് 231A പ്രകാരം സ്പെഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം. കാരണം അതിനകത്ത് കൊടുക്കാനുള്ള GST അടച്ചിട്ടുണ്ടോ, അതിന് GST CMRL അടച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇനി അതിനകത്ത് ഇൻകം ടാക്സിന്റെ പ്രശ്നമേ ഉള്ളൂ. വീണ വിജയന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. അത് കൊടുത്തിട്ടുണ്ടോ, എത്ര കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ഇൻകം ടാക്സ് കമ്മീഷണറേറ്റിന്റെ അവരുടെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇൻകം ടാക്സ് റെമിറ്റൻസ് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്. 291A കമ്പനി പ്രകാരം ഗവൺമെന്റ് ഷെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്നുള്ള ലാഭം രാഷ്ട്രീയക്കാർക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു രാഷ്ട്രീയ നേതാവിനോ കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷെ അത് വയലേറ്റ് ചെയ്തിരിക്കുന്നു. അത് ഇതുവരെ വെളിയിൽ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. 291A പ്രകാരം, കമ്പനി ആക്ട് A പ്രകാരം ഗവൺമെന്റ് ഷെയർ ഉള്ളിടത്തുനിന്ന് പണം പോയിരിക്കുന്നു. അത് വളരെ കുറ്റകരമാണ്. അതോടൊപ്പം തന്നെ KSIDCയിലെ ഈ CMRലേക്ക് ഒരു ഡയറക്ടറെ അയക്കണം. ആ ഡയറക്ടറെ അയച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ റിട്ടയർ ചെയ്ത് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്തു. അതിനുശേഷം മറ്റൊരു ഡയറക്ടറെ അയച്ചു. അങ്ങനെ മൊത്തം 3 ഡയറക്ടർമാരെ അവിടെ അയച്ചിട്ടുണ്ട്. 3 പേരും റിട്ടയർ ചെയ്തിട്ട് CMRലേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. അവരവിടുന്ന് ശമ്പളം വാങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSIDC ശമ്പളം വാങ്ങുന്നുണ്ട്. ഇനത്തിൽ 5.9 ലക്ഷം രൂപയാണ് ഈ KSIDC നിന്ന് പോയ ഡയറക്ടർ CMRൽ നിന്ന് വാങ്ങിയതെന്നും മനസ്സിലാകുന്നു. അവർ ഒരേ സമയത്ത് സർക്കാരിൻ്റെ KSIDC നിന്നും അതുപോലെ തന്നെ CMRൽ നിന്നും
TA വാങ്ങുന്നുണ്ട് 5 ലക്ഷം 5.5 ലക്ഷത്തോളം രൂപ. അപ്പോൾ അതൊക്കെ ഇനി സർക്കാർ തിരിച്ചു പിടിക്കേണ്ടി വരും. എന്തിനാണ് ഇങ്ങനെയുള്ള അഴിമതി നടത്തിയത്, അത് എന്തുകൊണ്ട് സർക്കാർ അറിഞ്ഞില്ല, സർക്കാരിന്റെ ഉന്നതരായ ഉദ്യോഗസ്ഥർ ഇത് മറച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. സിന്തറ്റിക് റൂട്ടയിൽ വിൽപ്പന അതിന്റെ തീർച്ചയായിട്ടും വലിയ ലാഭത്തിൽ പോകുന്നതാണ്, എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ്. അത് ഇതുപോലെ കമ്പനിയിലെ അവരുടെ CEO-യും അതുപോലെ രാഷ്ട്രീയക്കാരും പങ്കുവയ്ക്കുന്നതിനോട് കേരളത്തിലെ ജനങ്ങൾ വളരെയധികം എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ യഥാർത്ഥ വിവരങ്ങളെല്ലാം പുറത്തു വരുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം തന്നെ രാവിലെ കർണാടക ഹൈക്കോടതിയിലെ അവിടുത്തെ കേസിന്റെ വിവരങ്ങൾ അറിയാൻ എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. എങ്കിൽ തന്നെയും അതിന്റെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം റദ്ദ് ചെയ്യണമെന്നുള്ള പരാതി നിലനിൽക്കോ ഇല്ലയോ നമുക്കറിയില്ല. എങ്കിലും കേരളത്തിലെയും കർണാടകയും സൈമിൾട്ടേനിയസ് ആയിട്ട് 2 കേസുകൾ പോകുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ചിലപ്പം വീണ്ടും ഇതേപ്പറ്റി ഒരു തീരുമാനം എടുക്കാനായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സാജോലിക്ക് ഇൻകം ടാക്സ് കൊടുക്കാൻ മാത്രമേ ഇനി വീണ വിജയന് ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്.